ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഹീലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സെഷനിലേക്ക് തോന്നുന്നത് ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഓൾറെഡി എൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരാണ്. പുതിയ ആളുകളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് വഴിയെ അറിയാം. എൻ്റെ പേര് ഇവിടെ കാണുന്ന പോലെ റിസീന സിദ്ദിഖ്, ഇമോഷണൽ വെൽനസ് കോച്ചാണ്. ഖദിജ പറഞ്ഞ പോലെ പാരന്റിംഗ് കോച്ചാണ്. ഇന്നൊരു സ്പെഷ്യൽ സെഷനുമായിട്ടാണ്. നോർമലി നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന സെഷനൊക്കെ ആയിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ സെഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ എത്രത്തോളം നമുക്കറിയാം ഹീലിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ മുറിവുണക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വരുന്ന അല്ലെ അധിക കേസുകളും അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം ബന്ധങ്ങളുടെ ഒരു ബ്യൂട്ടിയാണ് നമ്മുടെ ലൈഫിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാറില്ലേ നമ്മള്. ആ ലൈഫിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ബ്യൂട്ടി തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് റിലേഷൻഷിപ്പിലുള്ള ബ്യൂട്ടിയാണ് നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാല് നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ചാറ്റ് ബോക്സ് എങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്പോൺസ് ഒക്കെ യെസ് യെസ് കേട്ടോ. യെസ് യെസ് എഗ്രി ചെയ്യുന്നുണ്ട് മാം. എഗ്രി ചെയ്തിട്ട് ബന്ധങ്ങളിലെ ബ്യൂട്ടിയാണ് നമ്മുടെ ലൈഫിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ട്, ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതായത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വൈഫ്, അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ പാർട്ട്നേഴ്സ്, ഇനി അതല്ലെങ്കിൽ മക്കള്, ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പ് ഇല്ലാതെയോ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാതെയോ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ആ റിലേഷൻഷിപ്പ് ഈ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വൂൺസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളങ്ങനെ എപ്പോഴും ബേർഡൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ മനസ്സിൽ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾ പറയാണ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളെ മനസ്സിൽ കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂലേ? ഒരുപാട് ആളുകൾ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ചിലപ്പോൾ പാർട്ണറും മക്കളും ഒക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും. അങ്ങനെ ഒരാൾ വരുന്നുണ്ടോ ഇല്ലയോ മനസ്സിൽ കാണാൻ പറയുമ്പോൾ? വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ സിൻസിയർലി ഒന്ന് ആലോചിച്ച് നോക്കുക. ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ഇമ്പാക്റ്റും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടാകും. എങ്കിലും അവർക്ക് നിങ്ങളുടെ ഇമോഷണൽ കണക്ഷന്റെ ശ്രദ്ധിക്കണം. ഇമോഷണൽ കണക്ഷന്റെ ബേസിൽ അവർക്ക് നിങ്ങളൊരു മാർക്ക് 10 ഞാൻ കൊടുക്കാൻ പറഞ്ഞാൽ എത്ര മാർക്ക് കൊടുക്കും? പറ്റുന്നവർ ചാറ്റിലിടാം. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മൈൻഡിൽ ഒരു മാർക്ക് ഇടാം. ആ ആൾക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. കഴിയുന്നുണ്ടോ? മാർക്ക് ഇടാൻ കഴിയുന്നു? നമ്മളിങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ, ഞാൻ കുറെ തിയറി പറയാതെ നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിച്ച് നിങ്ങൾ ആ ആളൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് അവരിലേക്ക് ഒരു മാർക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അവയർനെസ് കിട്ടുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും എത്രത്തോളം ഉണ്ട്. ഇപ്പൊ മക്കളാണെങ്കിൽ അങ്ങനെ, പാർട്ണർ ആണെങ്കിൽ അങ്ങനെ, പാരന്റ്സ് ആണെങ്കിൽ ആരാണോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞ് മനസ്സിലേക്ക് വന്ന വ്യക്തിക്ക് ഒരു മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ മാർക്ക് എത്രയായിരിക്കും? 10 ഔട്ട് ഓഫ് 10 നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊടുത്തോ എല്ലാരും? ഡൺ. ചെയ്തോ? മാർക്ക് കൊടുത്തോ? ചാറ്റ് ബോക്സിൽ പറയാട്ടോ. എല്ലാരും അവിടെ ബെഡിലൊക്കെ കിടന്നോണ്ടൊക്കെയാണോ സെഷൻ കേൾക്കുന്നത്? ഹഫ്സു മാം 5 മാർക്ക് കൊടുത്തു കൊടുത്തു കൊടുത്തിട്ടുണ്ട്. കൊടുത്തു. കൊടുത്തു. 10 മാർക്ക് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? 10. 10 കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 10 കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ? റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. 10 കൊടുക്കുന്നവരും ഉണ്ടാകും. ഇപ്പൊ ഇവിടെ ഒരു റെഫറൻസ് നമുക്ക് 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 5 മാർക്ക് ഇട്ട ആളോടോ ഇനി അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവർക്ക് 10 മാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആളാണ്. ഇനിയിപ്പോ നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരാളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് സങ്കടം തരുന്ന ഒരാളെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞാലും പലർക്കും ഇതേ വ്യക്തി തന്നെ, സിംഗിനമ 9 കൊടുത്തിട്ടുണ്ട്, അടിപൊളി. അപ്പൊ ഇതേ വ്യക്തി തന്നെ മനസ്സിലേക്ക് വരുന്നുണ്ടാവൂലേ? അങ്ങനെ ആർക്കെങ്കിലും വന്നോ? അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞ അതേ വ്യക്തി തന്നെ നിങ്ങളിപ്പോ ഹേർട്ട് ആക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ, ലൈഫാണ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ് ഒന്നും ആവിരിക്കില്ല, അതൊക്കെ സത്യമാണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, വരുന്നുണ്ട്. അപ്പൊ അതേ വ്യക്തി തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യെസ്, വരുന്നുണ്ട്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അന്യന്മാരൊന്നുമല്ല. നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തികളും അന്യന്മാരൊന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തന്നെയാണ്. ചിലപ്പോൾ ആ ആൾ തന്നെയായിരിക്കും രണ്ടും ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരാളാണെങ്കിൽ
നമുക്ക് അവരോടും സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോടും സ്നേഹമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ പെയിന് അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ സങ്കടം, ആ വേദന, പ്രയാസമൊക്കെ അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിൽ, എന്താ പറയാ, ആ റിലേഷൻഷിപ്പിൽ നമുക്ക് ബ്രേക്ക് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും റീസൺ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങൾ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും ഈ വൂണ്ട് വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എനിക്ക് പെയിൻ കിട്ടുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയാം എന്നാല്. അല്ലേ? അപ്പൊ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നുണ്ട്. അറ്റാച്ച്മെന്റ്, സിമിറ മാമിന് അത് അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റിൽ നിന്നുള്ള ചില പൊസസീവ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? എപ്പോഴും ബന്ധങ്ങളിൽ ഈ പറഞ്ഞ പോലെ പരസ്പരം ഹേർട്ട് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ വിശ്വസിച്ച് നമ്മളെ പാർട്ട്ണർ ആണെങ്കിൽ, നമ്മൾ സ്ത്രീകളാണെങ്കിൽ അവരെ വിശ്വസിച്ച് കൂടെ പോയവരാ. അല്ലെ? അവരെ വിശ്വസിച്ച് അവരാണ് ഇനി എൻ്റെ ഒരു, അല്ല, നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ വിശ്വാസപ്രകാരമൊക്കെ നമ്മുടെ ലൈഫിൽ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടോ? ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടോ അവിടെ? ഇല്ല. അല്ലെ? ആ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ കൂടി ആ ബ്ലഡ് റിലേഷൻഷിപ്പിനേക്കാൾ ഒരാളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ അത്രയും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആളുകളാണ് ഹസ്ബൻഡും വൈഫ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വരുന്ന ബ്ലഡ് ബോണ്ട് ഉള്ള നമ്മുടെ മക്കൾ എന്ന് പറയുമ്പോഴും അത്രത്തോളം പവിത്രമായ പാവനമായിട്ടുള്ള, അല്ലെ, നമ്മുടെ റിലീജിയസ് ബിലീഫ് പ്രകാരം വരെ നമുക്ക്, അല്ലെ, ഒരു സുജൂത് ചെയ്യാൻ പോലും പഠിച്ചോൻ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ തരുവാണെങ്കിൽ അത് നമ്മുടെ ഹസ്ബൻഡിന്റെ മുമ്പിൽ തരുമായിരുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരസ്പരം അത്രയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റിമസി കീപ്പ് ചെയ്യേണ്ട ഒരു റിലേഷൻഷിപ്പാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. മെയിൻലി ആ റിലേഷൻഷിപ്പാണ് ഞാനിവിടെ, പല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മുടെ മക്കളുമായിട്ടുള്ളവരും. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് കൂടെ വന്നവരും കൂടെ കൂട്ടിയവരും നമ്മളുടെ ബ്ലഡിൽ നിന്ന് നമ്മൾ ജന്മം കൊടുത്തവരുമായ മക്കളിൽ നിന്ന് ഹേർട്ട് അനുഭവിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. അല്ലേ? മക്കൾക്ക് പാരന്റ്സിൽ നിന്ന് ഹേർട്ട് കിട്ടുന്ന ഒരുപാട് മക്കളുണ്ട്. പാരന്റ് ഹേർട്ടായി മാറുന്ന, പാരന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മക്കൾക്ക് വേണ്ടത്ര കാര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള ഒരുപാട് പാരന്റ്സും ഉണ്ട്, മക്കളും ഉണ്ട്, ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പൊ അതിൽ ഈ വൂണ്ട് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇല്ലേ? നമ്മുടെ പലർക്കും അത് ഈഗോ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ തന്നെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകും, പല എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും, ഇവിടെ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാകും, പൊസസീവ്നെസ് ഉണ്ടാകും. അല്ലേ? ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ മെയിൻ ആയിട്ട് ഈഗോ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഈഗോ എന്ന് പറഞ്ഞാല്? ഈഗോ എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും അറിയോ? എന്റെ ഞാൻ ഈഗോ. വല്- ഞാൻ വലിയ സംഭവമാണെന്ന്, അതാ ഈഗോ. ഞാൻ വലിയ സംഭവമാണ്. അല്ലേ? അപ്പൊ ഞാൻ എന്തോ ആണ്, ഞാനാണ് എന്നുള്ളൊരു ഒരു- അപ്പൊ ഞാനാണ് അവിടെ ഇമ്പോർട്ടന്റ്. അല്ലേ? അതെ. ഞാനാണ് അവിടെ ഇമ്പോർട്ടന്റ്. ഞാൻ ഇമ്പോർട്ടന്റ് ആവാന്ന് പറയുമ്പോൾ എന്റെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. എന്റെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാവുന്ന എന്റെ ഇമോഷൻസ് ഒരുപക്ഷെ എന്റെ ഫിയർ ഉണ്ടാകാം, എന്റെ ദുരഭിമാനം ഉണ്ടാവാം, എന്റെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാം, അല്ലെ, എന്റെ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം. അപ്പൊ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതാണല്ല ഈഗോ എന്ന് പറഞ്ഞ എഡ്ജിൻ ഗോഡ് ഔട്ട് എന്ന് പറയാം. എഡ്ജിൻ ഗോഡ് ഔട്ട്, അങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ഗോഡ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗോഡ്ലി കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ, സൃഷ്ടാവ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്യൂരിറ്റി ഉണ്ട്. അതൊരു വിസ്ഡത്തിൽ, ഒരു ഡീപ്പർ വിസ്ഡത്തിൽ നിന്ന് വരുന്നതാണ് ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അവിടെ കമ്പാഷൻ ഉണ്ട്, ലവ് ഉണ്ട്, ട്രൂത്ത് ഉണ്ട്, അല്ലെ, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടേതായിട്ടുള്ള, അല്ലെ, എന്റേതായിട്ടുള്ള ഇമോഷൻസ്, എന്റെ ആ ഒരു പൊസസീവ്നെസ് ഉണ്ടാകും അവിടെ. ഇവിടെ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാകാം, ചിലപ്പോൾ ഫിയർ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകാം, അല്ലെങ്കിൽ വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളൊരു കാര്യം ഉണ്ടാവാം. ഇതിനൊക്കെ നമ്മൾ മുറുകെ പിടിച്ച് ഇതിനൊന്നും വിടാതെ മറ്റതിന് അങ്ങോട്ട് വിടുകയാണ്. ആ കമ്പാഷനെ, ഗോഡ്ലി അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിട്ടുള്ള ട്രൂത്തിനെ, കമ്പാഷനെ, ലവിനെ, ആ ഇന്റേണൽ വിസ്ഡത്തിനെ പോലും നമ്മൾ, അതാണ് ഈഗോ എന്ന് പറഞ്ഞ ശരിക്കും. അല്ലേ? അപ്പൊ ഈ രീതിയിൽ ഈഗോന്ന്, അപ്പൊ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ എന്റെ ഫിയറിനെ, എന്റെ ഈ ഒരു അറ്റാച്ച്മെന്റിനെ, എന്റെ പൊസസീവ്നെസ്സിനെ, ചിലപ്പോൾ അവിടെ എന്റെ സെൽഫിഷ്നെസ്, സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൽഫിഷ്നെസ് ഒക്കെ വരാം.
സെൽഫ് ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കറക്റ്റ് വേർഷൻ എന്താണെന്ന് അറിയാതെ എന്റെ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ മറ്റൊരാളെ ഞാൻ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സെൽഫ് ലവ് ഒക്കെ മാറാറുണ്ട്. ശരിയായ രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു ഈഗോനെ പ്രൊട്ടക്ട് ചെയ്യാനും ആ ഒരു കൺട്രോളിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പലപ്പോഴും ആ ആ ഗോഡ്ലി കോൺഷ്യസിനെ പോലും വിട്ടിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ കാര്യങ്ങൾ മുറുകെ പിടിച്ചിട്ട് വിട്ടുവീഴ്ച ഇല്ലാണ്ട് കുറേ കാര്യങ്ങൾ അവിടെ പുറത്തു കൊടുക്കാനോ വിട്ടു കൊടുക്കാനോ ഒരാളും ഹസ്ബൻഡും തയ്യാറാവില്ല, ചിലപ്പം വൈഫും തയ്യാറാവില്ല. കാരണം ഈഗോ ഹേർട്ടാവും. എൻ്റെ ആ ഒരു സംഭവം അത് നമുക്ക് നമ്മൾ ഡീപ്പ് ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ്, അല്ലേ? ശരിക്കും ഇതൊക്കെ സിംറ്റംസ് ആണ് നമ്മുടെ ഈഗോ, ഫിയർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിയായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെ, ഡീപ്പ് റീസൺ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒക്കെ ഉള്ളിലൊരു അൺസ്പോക്കൺ ആയിട്ട് നമ്മുടെ പുറത്ത് പറയാത്ത ഇമോഷൻസ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് പുറമെ നമ്മൾ കാണുമ്പോൾ എത്രത്തോളം ബ്യൂട്ടി ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിലും സിൻസിയർ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നെഞ്ചിൽ കൈവച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്റെ ഉള്ളിൽ ഇപ്പോഴും ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത, അല്ലേ, തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ഇമോഷൻസ് ഉണ്ടോ? ഇനി അതല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ സിൻസിയർലി ആഗ്രഹിക്കുന്ന ചില ഇമോഷണൽ നീഡ്സ് ഉണ്ടോ? അല്ലെ, എൻ്റെ ആവശ്യങ്ങള്, വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള എൻ്റെ നീഡ്സ് ഇല്ലേ, അവിടെ എൻ്റെ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കണക്ഷൻ എൻ്റെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പലപ്പോഴും, അല്ലേ, ആ ഒരു സ്പേസോ ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്, ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്ത്, നിങ്ങൾ എൻ്റെ സ്ലൈഡ് കാണുന്നുണ്ടോ എന്ന് നോക്കണേ. എൻ്റെ സ്ലൈഡ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ മക്കളെ? സ്ലൈഡ് കാണാവോ? കാണുന്നുണ്ട് മാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേട്ടോ, ഒന്ന് കേട്ട് നോക്കാം. നേരത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി ടൈം. പക്ഷെ അത് വേണ്ട പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർക്കിന് പോകുന്ന സമയത്താണ് ഈ ടൈം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പം ടൈം എമ്പാടുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു മനസ്സ് എവിടേക്കോ ആയിട്ട് വേണ്ട പോലെ സ്പെൻഡ് ചെയ്യാൻ ഇപ്പം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവരോട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവരായിട്ട് നല്ലൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്, കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കുറച്ച് ടൈമാണെങ്കിൽ പോലും അതൊന്നും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. മക്കളായിട്ടൊരു ഇതുപോലെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനൊന്നും ഇവരടുത്ത് ചോദിച്ചിട്ടില്ല പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞ ടാസ്കുള്ള. അപ്പോൾ ഇവർക്കും ഭയങ്കര രസമായിട്ട് ഇവരും അപ്പോഴാണ് ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഞാൻ മക്കളെ കാര്യത്തിലുള്ള ടാസ്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഇതിലുള്ള ടാസ്ക് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നി. പൊതുവേ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അടുപ്പം ഒന്നുകൂടി ഫീൽ ചെയ്തു. കേട്ടോ, നിങ്ങൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു അടുപ്പം ഒന്നുകൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇവർക്ക് ആഗ്രഹമുണ്ട്, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നെ കേൾക്കുന്നില്ലേ? ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പലപ്പോഴും ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് വരുന്ന പലപ്പോഴും റിലേഷൻഷിപ്പുമായിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് ആൾ, എനിക്കറിയാം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ പല സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചവരുണ്ട് ഇവിടെ. അപ്പൊ പലപ്പോഴും ആ റിലേഷൻഷിപ്പാണ് നമ്മളെ ഹേർട്ട് ആക്കുന്നത്. അവിടെ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ വേണമെന്നറിയാം, നമുക്ക് കുട്ടികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണമെന്നറിയാം. പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്നോ എങ്ങനെ അവിടേക്ക് അപ്രോച്ച് ചെയ്യണമെന്നോ അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഖദീജ അവിടെ ഉണ്ടോ? ഖദീജ, യെസ് മാം. ഖദീജ, നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേഷൻഷിപ്പിലോ, ശ്രദ്ധിക്കണേ, കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലെയല്ല, റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റിങ്ങിലോ ഈ രണ്ട് കാര്യങ്ങൾ കൺസേൺ ആയിട്ട് ഒരു ഫ്രീ സെഷൻ, ഒരു ഫ്രീ 1-to-1 സെഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ ഒന്ന് കണക്ട് ചെയ്യാം. അതിനുള്ള ഒരു ഫോം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് പാരന്റിങ് മാത്രം കേട്ടോ, വേറെ ഒന്നുമില്ല. റിലേഷൻഷിപ്പും പാരന്റിങ്ങും മാത്രം കണക്ട് ചെയ്തൊരു ഫ്രീ സെഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഖദീജ ഗ്രൂപ്പ് ലിങ്ക് ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലാണ് ആ ഫോം വരിക.
ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ വരുന്ന ഒരു ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, കഴിഞ്ഞ തവണ കുറേ പേര് അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ രണ്ട് ഏരിയയിൽ, റിലേഷൻഷിപ്പിലും പാരന്റിങ്ങിലും. അപ്പൊ നമുക്ക് അതിനൊരു കോഴ്സും കൂടെ വരുന്നുണ്ട്, ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നാണ് അതിന്റെ പേര്. ബാക്കി കാര്യങ്ങളൂടെ ഞാൻ പറയാം. അതിന്റെ ഒരു ഇതിന്റെ ഇടയിൽ പറയാനുള്ള കാരണം, ആ ഒരു ഫീഡ്ബാക്ക് ഷെയർ ചെയ്തപ്പോൾ കൂടുതൽ ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴ്സ് 90 ഡേയ്സ് പ്രോഗ്രാം ആണ്. അത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഗ്രൂപ്പിൽ അത് ഫോം വരുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്താൽ, ആദ്യം ഫില്ല് ചെയ്യുന്ന കുറച്ച് പേർക്ക് കിട്ടും. നമുക്ക് കഴിഞ്ഞ തവണ കുറേ പേര് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഫില്ല് ചെയ്യുന്ന കുറച്ച് പേർക്ക് നമ്മളൊരു സ്ലോട്ട് കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ ഈ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒന്ന് ഷെയറിംഗ് ഒന്ന് നോക്കിയട്ടെ. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് റിലേഷൻ മാം എല്ലാവരും ജോയിൻ ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് ഫോം ഷെയർ ചെയ്യായിരുന്നു. ഗ്രൂപ്പിൽ ഫോം ഉള്ളവർ തന്നെ ആയിരിക്കും, പക്ഷെ ഗ്രൂപ്പിലുള്ളവർ തന്നെ ആയിരിക്കും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. ഖദീജ ഫോം ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആരൊക്കെ ജോയിൻ ചെയ്ത് കാണുന്നുണ്ട്? ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാകും ഈ കണക്ഷൻ ഉണ്ട്, കാര്യങ്ങൾ, സോറി, റിലേഷൻഷിപ്പ് ഉണ്ട്, അടിപൊളിയാണ്, പുറമെ കാണുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാൻ അല്ലെ, റിസോൾവ് ചെയ്യണം, സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് തുറന്ന് പറയണം, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഇനി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഞാൻ ഹാപ്പി ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന മൊമെന്റ്സിലൂടെ കടന്നു പോകും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തൊരു വോയിസ് എന്ന് പറഞ്ഞാൽ, അവർക്ക് ആഗ്രഹമുണ്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം എന്നറിയാം, എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ കൂടെ നിൽക്കണം എന്നറിയാം, മക്കളോട് കാര്യങ്ങൾ തുറന്ന് പറയണം എന്നറിയാം. പക്ഷെ അതിനൊരു ഇനിഷ്യേഷൻ എടുക്കാനോ, അല്ലാതെ എങ്ങനെ ചെയ്യണമെന്നോ അറിയാത്ത, ഈ റിസർച്ചസ് പോലും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടിയാണ് ഒരാളുടെ മെന്റൽ വെൽബീങ്, അല്ലേ? റിലേഷൻഷിപ്പ് കൊണ്ട് മാനസികമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഞാൻ പറയട്ടെ. ഇപ്പൊ മരുഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ ചുറ്റിലും എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം അയാൾക്ക് വേണ്ടത് എന്താണ്? ഒരു തണലാ, അല്ലേ? ഈ തണലുണ്ടെങ്കിൽ അയാൾക്ക് വെള്ളം വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ എങ്കിലും കൂടി ആ തണല് കിട്ടുമ്പോഴായിരിക്കും ഈ വെള്ളത്തിന്റെ സ്വാദ്, അല്ലെ ഭക്ഷണത്തിന്റെ സ്വാദൊക്കെ അയാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുക. ഇതേപോലെയാണ് നമ്മുടെ ലൈഫിലും നമുക്ക് ആ ഒരു കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ കിട്ടാതിരിക്കും. ഇത് തന്നെയാണ് മക്കളുടെ ലൈഫിലും സംഭവിക്കുന്നത്. പലപ്പോഴും മക്കളുടെ ലൈഫിലും സംഭവിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കറന്റ് ഇപ്പൊ ഞാൻ വോയിസ് ഷെയർ ചെയ്തല്ല, അല്ലാതെ ഒരു ക്ലയന്റിന്റെ അടുത്ത് ഇപ്പോൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലയന്റ്, ഒരു മെന്ററിങ്ങിലുള്ള, അവർ കഴിക്കുന്ന മെഡിസിൻസ് എന്ന് പറഞ്ഞാല് ഒരു സൈക്യാട്രിസ്റ്റിന്റെ കുടിക്കുന്നുണ്ട് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അതിന്റെ പോരാഞ്ഞിട്ട് ഒരു ഇ എൻ ടിന്റെ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ കൊടുക്കുന്ന മെഡിസിൻ എന്താന്ന് വെച്ചാൽ ആൻസൈറ്റി, ഡിപ്രഷൻ. കാരണം എന്താ? ഈ റിലേഷൻഷിപ്പിലുള്ള ചില ഡൗട്ട്സ്, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ എന്ന് വെച്ചാല്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഡോക്ടറെ നമ്മൾ കംപ്ലീറ്റ്ലി നിർത്തി, മെഡിസിൻ നിർത്തി. അപ്പൊ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് റിലേഷൻഷിപ്പിൽ നമ്മളിങ്ങനെ പലപ്പോഴും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആവാത്തതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പലപ്പോഴും അതിന് സ്പേസ് കിട്ടാത്തതുകൊണ്ട് അത് സപ്രസ് ചെയ്യും. ഈ രീതിയിലാണ് മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാം. ഇന്നത്തെ ഒരു സെഷന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് റിലേഷൻഷിപ്പ് നമ്മൾ ഹീൽ ചെയ്ത് കഴിയണം. റിലേഷൻഷിപ്പ് വൂണ്ട് ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അവിടെ ബ്രേക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ആ വൂൺസ് ഒക്കെ നമുക്കൊന്ന് ഹീൽ ചെയ്യണം. അപ്പൊ അതിന് മെയിൻ ആയിട്ട് നിങ്ങളുടെ സജഷൻസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ, റിലേഷൻഷിപ്പിൽ അത് ആരുമായിട്ടായാലും അത് സ്ട്രോങ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒന്ന് പറയാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു റിലേഷൻഷിപ്പ് അടിപൊളി ആവണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം അവിടെ? എന്താ വേണ്ടത്? ആരെങ്കിലും ഉണ്ടോ പറയാൻ പറ്റുന്നേ? കംപ്ലീറ്റ് സൈലന്റ് ആണല്ലോ. ഈ ലഞ്ചൊക്കെ കഴിച്ച് ഉറങ്ങിയൊന്നും പോയിട്ടില്ലായിരിക്കില്ലേ ആരും? ചാറ്റ് ബോക്സ് ഒന്ന് ഷെയർ ചെയ്യാട്ടോ. നമുക്ക് ഒരു റിലേഷൻഷിപ്പ് അടിപൊളി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാഞ്ഞിട്ടാണോ, അതല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം. നമുക്ക് പില്ലേഴ്സ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയാം, പില്ലേഴ്സ് ഓഫ് ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയാം. അതിൽ ഏറ്റവും ആദ്യം
ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്, എസ്പെഷ്യലി ലേഡീസിന് വേണ്ടത് ലിസണിങ് ആണ്, നമ്മളെ കേൾക്കാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഒരു ബുക്ക് ഉണ്ട്, മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞിട്ട്. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താ പറയാ, സ്ത്രീകൾ എവിടുന്നാണോ വരുന്നത് അതിൽ നിന്നും എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്നാണ് പുരുഷന്മാർ വരുന്നത്. രണ്ടുപേരുടെയും വേൾഡ് എന്ന് പറഞ്ഞാൽ, മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഉപഗ്രഹമാണ്, സോറി ഒരു ഗ്രഹമാണ്, വീനസ് എന്ന് പറഞ്ഞാലും മറ്റൊരു ഗ്രഹമാണ്. രണ്ടും രണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് ടെമ്പറേച്ചർ, ഡിഫറെന്റ് മെന്റൽ സ്റ്റേറ്റ്, ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഡിഫറെന്റ് ബീയിങ്സ് ആണ്. ഡിഫറെന്റ് ബീയിങ്സ് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളാണ് പുരുഷന്മാരും സ്ത്രീകളും. രണ്ടും എൻ്റർലി ഡിഫറെന്റ് ആണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ആ ഡിഫറൻസോ വേരിയേഷൻസോ അറിയില്ല. നമ്മൾ വിചാരിക്കും എന്നെപ്പോലെ എന്നെ ഒന്ന് കേട്ടൂടെ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. അവിടെ ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഹീല് ചെയ്യണമെങ്കിൽ, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ലിസണിങ് കപ്പാസിറ്റി, ലിസണിങ് മെന്റാലിറ്റിയാണ്, അല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് സൊല്യൂഷൻസ് വേണ്ട, സൊല്യൂഷൻസിന്റെ മുമ്പേ അവർക്ക് വേണ്ട കണക്ഷൻ ആണ്. ആ ഒരു കണക്ഷൻ, എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്താൽ മതി, എന്നെ ഒന്ന് കേട്ടാൽ മതി. അതുകൊണ്ടാണല്ലോ പലപ്പോഴും പിന്നെ സ്ത്രീകള് എന്താ പറയാ, വീട്ടിനകത്ത് ആരും കേൾക്കാനില്ലെങ്കിൽ പിന്നെ അവരെന്താ ചെയ്യാ, വീട്ടിനകത്ത് നമുക്കൊരു സേഫ് സ്പേസ് ഇല്ല, നമ്മളെ കേൾക്കാൻ ആരുമില്ല. അപ്പൊ അവരെന്താ ചെയ്യാ, ആരോടാണോ അവർക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചിലപ്പോൾ അത് കൂട്ടുകാരിയാവും, അല്ലെ കൂട്ടുകാരനാവും, ഇനി അതല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും ആവും, ചിലപ്പോൾ അമ്മായി ആവും, ചിലപ്പോൾ നമ്മുടെ പിന്നെ മൂത്തമ്മയാകാം, അല്ലെ നമ്മുടെ കസിൻസ് ആകാം. ആരോടെങ്കിലൊക്കെ ഈ പ്രശ്നങ്ങൾ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് അപ്പൊ അകത്ത് പറയാൻ സ്പേസ് ഇല്ലാത്തപ്പോഴാണ് അവര് പിന്നെ അത് വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് പിന്നീടാണ് ശരിക്കുള്ള കേൾക്കേണ്ട ആള് വീട്ടിലെ പ്രശ്നം കേൾക്കുക. അല്ല, ഇത് ആരുടെയൊക്കെയോ പറഞ്ഞ് ആരൊക്കെയോ കേട്ട് അവരിങ്ങനെ ഷെയർ ചെയ്ത് പോയിട്ടായിരിക്കും വീട്ടിലുള്ള ശരിക്കുള്ള ആളത് കേൾക്കുക. അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് അവർ ചോദിക്കുക, നിനക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, എനിക്കിത് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? പക്ഷെ പറയാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും. ശരിയാണോ? പറയാൻ പലപ്പോഴും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവും, പക്ഷെ ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് അവര് കാണിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? അവരത് കേൾക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് കാണിക്കുകയോ അവർ കേൾക്കാനൊന്നും നിൽക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് പാരന്റിങ്ങിൽ സംഭവിക്കുന്നുണ്ടോ? മക്കൾക്ക് ഒരു ഓപ്പൺ ആയിട്ട്, അതുകൊണ്ടാണല്ലോ മക്കൾക്ക് ഇന്ന് സംസാരിക്കാൻ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ വേണം, പാരന്റ്സ് വേണമെന്നേ ഇല്ല. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കാര്യങ്ങൾ തുറന്ന് പറയാൻ, ഷെയർ ചെയ്യാൻ, ചോദിക്കാൻ, പറയാൻ ഒക്കെ ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? അപ്പോഴാണ് നമ്മൾ പറയാ, നിനക്കിപ്പോൾ എന്നെ പണ്ടത്തെ പോലെ സ്നേഹമില്ല, അല്ലെ നീ പണ്ടത്തെ പോലെ എന്നെ എടുത്ത് നിൽക്കുന്നില്ല എന്നൊക്കെ നമ്മൾ മക്കളോട് പരാതികൾ പറയാറുണ്ട്. എന്താ കാരണം? അവർ പല തവണ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് പറയാൻ. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ ചിലപ്പം ഫ്രസ്ട്രേഷൻസ് കൊണ്ടോ, നമ്മുടെ പ്രയാസങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ തിരക്കുകൾ കൊണ്ടോ നമ്മൾ പക്ഷെ അവരെ കേൾക്കുന്നുണ്ടാവില്ല. അപ്പൊ ലിസണിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാ. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് ലിസൺ ചെയ്യണമെങ്കിൽ നമ്മൾ തുറന്ന് പറയണ്ടേ? തുറന്ന് പറയുമ്പോഴല്ലേ. പക്ഷെ തുറന്ന് പറയുന്നത് പലപ്പോഴും, കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ പറഞ്ഞത്, ഈ ലൈവായിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ തന്നെ അവർക്ക് ക്ലിയർ ആയ ഒരു കാര്യം, തുറന്ന് പറയുന്നത് പലപ്പോഴും പരാതികളുടെ അല്ലെങ്കിൽ കംപ്ലൈൻസിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, ആ പരാതികൾ പറയാൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ. നമ്മൾ ആലോചിക്കുക, ചില സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഈ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ ആ എന്താ പറയാ, ഒരിക്കലും അവരെ അംഗീകരിക്കാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അതിനൊരു റീസൺ ഉണ്ട്, അംഗീകരിക്കാൻ പറ്റാതിരിക്കാൻ റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? ഈ പെൺകുട്ടികളൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് വിടുമ്പോൾ ആദ്യം തന്നെ എന്താ പറയാന്നറിയോ? ആദ്യം തന്നെ നമ്മളൊരു ചിത്രം അവരുടെ മനസ്സിലാക്കി ഉണ്ടാക്കി കൊടുക്കും. ആരാന്റെ വീടാണ്, അല്ലേ? ഇവിടുത്തെ പോലൊന്നും അല്ല, ശ്രദ്ധിക്കണം, അറിഞ്ഞും കണ്ടൊക്കെ നിൽക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും അങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ. അറിഞ്ഞും കണ്ടൊക്കെ നിൽക്കണം, അല്ലെ? ഈ പറയുന്ന പോലെ ഒന്നും അവിടെ പോയിട്ട് പറയാൻ പാടില്ല.
പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കാനൊന്നും കുറേ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിങ്ങനെയാണ് ഇത് കേൾക്കുന്ന കുട്ടിക്ക് എന്താ ഒരു ഇംപ്രഷൻ ഉണ്ടാവുക? ഞാൻ എന്തോ ശ്രദ്ധിക്കേണ്ട, വളരെ ജാഗ്രതയോടെ കാണേണ്ട, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാത്ത, എനിക്കത്ര സേഫ്റ്റി ഉള്ളതല്ലാത്ത ഒരു സ്പേസിലേക്കാണ് ഞാൻ പോകുന്നത് എന്നൊരു തോട്ട് വരുമോ? ഇത് എവിടെ രജിസ്റ്റർ ആവും? ഇത് ആളുടെ ഉള്ളിൽ രജിസ്റ്റർ ആവും. പിന്നെ അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരോട് ഓപ്പണ ഇത് പറയാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? ഇതിവിടെ പറയണ്ട, ഇത് എൻ്റെ വീടാണ് അല്ലേ? അപ്പൊ ആ രീതിയിലുള്ള ഉള്ളിലുള്ള ഒരു തോട്ട് അവിടെ കയറി കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ശരിയായ എഡ്യൂക്കേഷൻ, നമുക്കിപ്പോ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും അല്ലെ PhD ഒക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇമോഷണൽ വെൽനെസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ പലപ്പോഴും നമ്മുടെ മക്കൾക്കും കിട്ടുന്നില്ല. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള, ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കേണ്ടവരാണ് ശരിക്കും പാരൻസ് എന്ന് പറഞ്ഞാല്. ഈ തലമുറ വളരുന്നത് പലപ്പോഴും പാരൻസിനെ കണ്ടും പാരൻസിനെ കോപ്പി ചെയ്തിട്ടും പാരൻസിലൂടെയും അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു ജനറേഷനിലേക്ക് പോകാനും ഉള്ളവരവര്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും, ഈവൻ നമുക്കൊരു പുതിയ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുട്ടിയോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറോട് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചിട്ടാ പണ്ടുള്ളവരൊക്കെ ജീവിച്ച്? അവരൊക്കെ അതൊക്കെ പഠിച്ചിട്ടാണോ? പക്ഷെ പണ്ടുള്ള ആളുകൾ അത്ര എക്സ്പോസ്ഡ് അല്ലായിരുന്നു സോഷ്യൽ. അവർക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കാണുന്നത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിന്റെ പുറകെ. പക്ഷെ അത് റിയൽ ലൈഫാണെന്ന് അവർക്കറിയോ? അവർക്കറിയില്ല. അപ്പൊ എന്താണ് റിയൽ ലൈഫ് എന്നത് കാണിച്ചു കൊടുക്കാൻ, എന്താണ് സ്നേഹം എന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഫാമിലി ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത് ആര് കാണിച്ചു കൊടുക്കേണ്ടത്? അതിന് ലേൺ ചെയ്യണോ നമ്മൾ? അതോ നമുക്ക് ആ കിട്ടിയിട്ടുള്ള, നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എന്നെ പോലെ എൻ്റെ കുട്ടി ആവരുത് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. എന്തിനാ അങ്ങനെ പറയുന്നത്? എൻ്റെ കുട്ടിക്ക് എൻ്റെ അവസ്ഥ വരരുത് എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത്, എനിക്ക് കിട്ടിയ അതേ പാരന്റിങ് അല്ലേ നമ്മൾ കൊടുക്കുന്നത്? പലപ്പോഴും അതേ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലല്ലേ, അതേ സംഗതി അല്ലേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ നമ്മൾ എൻ്റെ കുട്ടി എന്നെ പോലെ ആവരുതെങ്കിൽ, എൻ്റെ കുട്ടിക്ക് അതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ കുറച്ചു കാര്യങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ അത് കൊടുക്കുക? അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ, കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ, അത് അറിയോ? ആർക്കെങ്കിലും അറിയോ ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ? അതൊക്കെ ഒരു വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ലേൺ ചെയ്ത്, അതൊക്കെ പഠിച്ചിട്ട് ആ രീതിയിൽ നമുക്ക് പറയുമ്പോൾ തന്നെ കുട്ടിക്ക്, ഏതൊരു വ്യക്തിക്കും മനുഷ്യന്റെ പ്രൈം നീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പ്രൈമോഡിയൽ ആയാലും ആ കാലം തൊട്ടേ മനുഷ്യന് വേണ്ട സേഫ്റ്റിയാ. പണ്ട് കാട്ടിൽ വസിച്ചപ്പോൾ മുതലേ മനുഷ്യന് വേണ്ട സേഫ്റ്റി ഫീലിംഗാ. ഞാനിവിടെ സെക്യൂർ ആണ്. അത് ആ കമ്മ്യൂണിക്കേഷനിലൂടെ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങളുടെ പാർട്ട്ണർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, പലപ്പോഴും നിങ്ങൾക്കും തോന്നുന്നത്, നിങ്ങളുടെ പാർട്ട്ണറിന്റെ അടുത്ത് തോന്നുന്നത്, എനിക്കിവിടെ എല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ ഇമോഷണൽ സേഫ്റ്റി, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു എന്തോ ഒന്ന് എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതെന്താണ് മിസ്സിംഗ് ആണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കണം. അതാണ് അനദർ പില്ലർ ഓഫ് ഹീലിംഗ് റിലേഷൻഷിപ്പ് വൂൺസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു സാധനം. എന്താ സിമ്പതി എമ്പതി എന്നൊക്കെ പറഞ്ഞാല്? എമ്പതി എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കാൻ പറ്റല്ലേ? ഇവിടെ നമ്മൾ പെട്ടെന്ന് ചോദിക്കാം, നമ്മുടെ കുട്ടി ഒരു പ്രശ്നം വരുമ്പോ, അല്ലെങ്കിൽ കുട്ടി ടീച്ചേഴ്സ് ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ, ടീച്ചേഴ്സിന്റെ അടി കിട്ടിയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, എവിടെന്നെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ഈ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ആരെ ഭാഗത്തായിരുന്നു ശരി, ഓൻ അങ്ങനെ ചെയ്തിനോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിനോ, ആ ശരി അറിയാനുള്ള ഒരു ഇതുണ്ടാവും നമുക്ക്, ആരുടെ ഭാഗത്തുനിന്ന് ആ ശരി എന്നുള്ളത്. പക്ഷെ ആ സമയത്ത് ആ കുട്ടിക്ക് വേണ്ടത് ശരിയും തെറ്റും ഒന്നും ആയിരിക്കില്ല, നമ്മുടെ പാർട്ണർക്കും വേണ്ട ഒന്നും ആയിരിക്കില്ല. അവർക്ക് എന്ത് ഫീല് ചെയ്യുന്നു, എനിക്കിപ്പോ എന്താ ഫീല് ചെയ്യുന്നത് എന്നുള്ളത്, എന്റെ വിഷം നമ്മൾ പറയല്ലോ, എത്ര പറയണ്ട്, എന്റെ സങ്കടം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. എന്റെ മനസ്സിലുള്ള വിഷമം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇവിടെ സൊല്യൂഷൻ വേണ്ട. അതാണ് നമ്മുടെ ഷൂസിൽ നിന്ന്
അതർ പേഴ്സൺ എന്താണ് ഫീല് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ആളില്ലാണ്ടായി പോകുമ്പോഴാണ് അല്ലെ നമ്മൾ മറ്റുള്ള പല റിലേഷൻഷിപ്പിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളും പ്രായമായവരൊക്കെ പോകുന്നത്. ശരിയാണോ? അതേപോലെ നമുക്ക് റിലേഷൻഷിപ്പിൽ നമുക്ക് അറിയാത്തൊരു സംഗതിയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഈ ബൗണ്ടറി എന്ന് പറയുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക മാത്രമല്ല, അവിടെ ഇമോഷണൽ ബൗണ്ടറി ഉണ്ട്, നമ്മുടെ ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം. ഈ ബൗണ്ടറീസ് ഇല്ലെങ്കിലാണ് എൻ്റെ ഹസ്ബൻഡിനോട് അല്ലെ, എൻ്റെ ഹസ്ബൻഡിന് അയാൾക്ക് വേണ്ട ആ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീടിന്റെ ബൗണ്ടറി കെട്ടുന്ന പോലെ ആ മതില് നോ എൻട്രി അല്ല, ഇവിടെ കയറാൻ പറ്റൂല, ഒരിക്കലും ഇവിടെ കയറാൻ പറ്റൂല. ചില ആളുകൾ അങ്ങനെ ബൗണ്ടറി കെട്ടി വെക്കും വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. പലരും പറയുന്ന ഒരു കാര്യം, ഇന്നർ ചൈൽഡ് ഹീലിംഗിലൊക്കെ വരുമ്പോൾ എനിക്ക് കിട്ടിയ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, പട്ടാള ചിട്ടയായിരുന്നു. അത് നോ എൻട്രി ബോർഡ് വരെ ഉണ്ടാവും അവിടെ. ഐ മീൻ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ള രീതിയിൽ. പലപ്പോഴും അതേ പാരന്റിങ്, സോറി, അതേ ഒരു സംഭവം തന്നെ എന്നിട്ട് പല പാർട്ട്നേഴ്സും പല ലേഡീസും പറയുന്നൊരു കാര്യമാണ്, മൂപ്പര വാപ്പനെ പോലെയാ, വാപ്പ അങ്ങനെയായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതേ ക്യാരക്ടറാ. ആ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കും ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യാം. അപ്പൊ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വോളല്ല, ഒരു മതിൽ ഭിത്തി കെട്ടുക എന്നുള്ളതല്ല, അതൊരു ഹെൽത്തി ഡോറാ. എന്താ ഹെൽത്തി ഡോർ എന്ന് പറഞ്ഞാല്? ആ ഹെൽത്തി ആയിട്ട് ആരോഗ്യകരമായിട്ട് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്ന സമയം ഉണ്ടാവും, ചെല്ലാൻ പറ്റാത്ത സമയം ഉണ്ടാവും. അത് സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക, അല്ലേ? അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമോഷണൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം ഉണ്ടാവും, കോൺഷ്യസ് കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം ഉണ്ടാവും. അത് മാത്രല്ല, ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഇന്ന സമയത്ത് കയറാൻ പാടില്ല എന്നാണെങ്കിൽ അവിടെ ഹെൽത്തി സ്പേസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയണം. മക്കൾക്ക് പലപ്പോഴും, വൈഫിന് പലപ്പോഴും, പാർട്ണർക്ക് പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഹെൽത്തി സ്പേസ്. അതുകൊണ്ടാണ് മക്കൾ അൺഹെൽത്തി സ്പേസിലേക്ക് പോകുന്നത്. നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ലല്ലോ മക്കളെ. എത്ര പേരാണ് 10ാം ക്ലാസ് മുതല്, 10ാം ക്ലാസ്സും അല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ 7ാം ക്ലാസ് മുതല് എന്താ പറയാ, അഫയേഴ്സും കാര്യങ്ങളും കണക്ഷൻസും ഒക്കെ ആയിട്ടുള്ള കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം അവർക്ക് എന്ന് പറഞ്ഞാൽ പാരൻസിൽ നിന്ന് കിട്ടേണ്ട, അല്ലെങ്കിൽ പാരൻസിന് അറിയില്ല ഇങ്ങനെ, ഒന്നും അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെ ഇവർക്ക് ആ ഒരു ഇമോഷണൽ സ്പേസ് കൊടുക്കാം, സേഫ്റ്റി സ്പേസ്, ഹെൽത്തി സ്പേസ്, അവർക്ക് ആ സെക്യൂരിറ്റി അതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാന്ന് അറിയില്ല. പലപ്പോഴും അവർ വന്ന് പല കാര്യങ്ങളും പറയുമ്പോഴും, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം നമ്മളൊരു വിശ്വാസപ്രകാരം ഈ മാതാവിന്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയും, അല്ലേ? മാതാവിന്റെ, ഉമ്മാന്റെ കാലടി കീഴിലാണ് മക്കളുടെ സ്വർഗം എന്ന് പറയാറുണ്ട് നമ്മൾ പലപ്പോഴും. എന്ന് പറഞ്ഞാല് പലപ്പോഴും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുക എങ്ങനെയാ, കുട്ടികൾ എന്റെ കാലിന്റെ അടിയിൽ വരണം, അപ്പൊ അവർക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുമ്പോഴൊക്കെ കേൾക്കണം, എന്റെ കാൽച്ചോട്ടിലായിരിക്കണം. അപ്പൊ കുട്ടിക്ക് ആ ഭയത്തിൽ നിന്ന് ഉമ്മാന്റെ അടുത്തേക്ക് പോവാന്ന് പറയുമ്പോ, പക്ഷെ ശരിക്കും അതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മക്കൾ നമ്മുടെ കാൽച്ചോട്ടിൽ വരണം എന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് മക്കൾ എപ്പോഴും നമ്മുടെ കാൽച്ചുവട്ടിൽ ഉണ്ടാവുക അവർക്ക് സ്വർഗീയ അനുഭൂതി നമ്മൾ കൊടുക്കുമ്പോഴല്ലേ. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗ്ഗമാണെന്നുള്ള ഫീലിംഗ് അവർക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് ആ സേഫ് സ്പേസ് അല്ലെങ്കിൽ ഹെൽത്തി സ്പേസ് ഓൾറെഡി കിട്ടുന്നില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഹെവൻ ഹോൾഡേഴ്സ് ആയിട്ട് നമ്മൾ മാറാം. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകും, നമ്മുടേതായ ആ ഒരു ഓവർ തിങ്കിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ ചില്ലറ സംഭവം ഒന്നല്ല, കുറച്ച് പണിയൊന്നല്ല. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ അടുത്ത് പലരും പറയുന്ന ഒരു കാര്യം, എൻ്റെ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം എന്നാ പറയാം, മക്കൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കണം. എത്ര വയസ്സ് വരെ കൊടുക്കാം, എത്ര വയസ്സ് മുതൽ കൊടുക്കാം, എത്ര വയസ്സ് മുതൽ നമുക്ക് ഹീലിംഗ് കൊടുക്കാം? അപ്പോഴും പാരൻസിന്, ഇപ്പോഴത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അല്ലെ, ജെൻസി എന്ന് പറയുന്ന ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള, ശരിക്കും നമ്മളൊന്ന് ചാനലൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കോ എത്താൻ പറ്റുന്ന അത്രയും ഇന്റലിജന്റ് കോഷ്യൻസ് ഉള്ള, അത്രയും ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളാണ് നമ്മുടെ മക്കള്. അപ്പൊ അവർക്ക് ചില്ലറ അവയർനെസ് ഒന്നും കൊടുത്താൽ പോരാ. മനസ്സിലാവുന്നുണ്ട്? ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു 3 ഡയമെൻഷനിൽ നിന്നുകൊണ്ടാണ് കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളത്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമുക്ക് ആ റിലേഷൻഷിപ്പ് ഒക്കെ ഹീൽ ചെയ്യാനുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുട്ടി പറഞ്ഞൊരു കാര്യം, കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു അഫെയർ കാര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ അഫെയർ വീട്ടിൽ പിടിച്ച സമയത്ത് പാരൻസ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക്
ഇനി തരാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം തന്നെയാ തന്നത്. അല്ലെ, ഞാൻ എന്നെ ഇത്രയും വളർത്തിയിട്ട് ഇത്രയും ഞാൻ എന്നെ കൊണ്ടുവന്നിട്ട് ഇനി എനിക്ക് എൻ്റെ അടുത്തൊന്നും വേണമെന്നില്ല. അത്രയും നല്ല സമ്മാനമാണ് എനിക്ക് തന്നത്. എന്നിട്ട് പിന്നെ പറയുന്നതാണ്, അല്ലേ, ഞാൻ ഇനി എന്നെ എങ്ങനെ വിശ്വസിക്കും, ഞാനിനി എങ്ങനെ എന്നെ ട്രസ്റ്റ് ചെയ്യാം, അന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാം. അപ്പൊ ഈ കുട്ടിക്ക് പിന്നീടുള്ള ഫുൾ തോട്ട് എങ്ങനെ പോകുന്നു എന്ന് വെച്ചാല്, ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ആ പാരന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പാരന്റിന് കിട്ടിയ പാരന്റിങ്ങും അല്ലെങ്കിൽ പാരന്റിന് പെട്ടെന്ന് വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങനെയാണ്. അവിടെ കോൺഷ്യസ് കമ്മ്യൂണിക്കേഷനോ ഇമോഷണൽ കമ്മ്യൂണിക്കേഷനോ വർക്കായില്ല. അതെങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. അതാ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പാരന്റിങ് ചിലപ്പോൾ പഠിക്കേണ്ടി വരും, അല്ലേ? അപ്പൊ ആ കുട്ടി എന്നോട് ഷെയർ ചെയ്തൊരു കൺസേൺ എന്താണെന്നറിയോ? മാം, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, ഞാൻ ഇനി എന്ത് ചെയ്താലും എന്നെ ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണാം, എന്നെ ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും കാണാം. ട്രസ്റ്റ് ബ്രേക്ക് ആയോ? ഇതേപോലെ തന്നെ നമ്മളെ പാർട്ട്ണറിന്റെ കേസിലും, അല്ലേ, ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നീട് എന്ത് പറയാറില്ലേ, ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറയല്ലേ, പച്ചവെള്ളം കണ്ടാലും. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ മക്കളെ? അപ്പൊ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു. ഇതേപോലെയാണ് ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ. ശരിക്കും നമ്മൾ ഈ പാരന്റിങ്ങും അതേപോലെ തന്നെ പ്രീ മെറൈറ്റൽ കൗൺസിലിങ്ങും എന്താ പറയാ, അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഒരാൾക്ക് എപ്പോഴാ കിട്ടുന്നത്? എപ്പോഴാ കിട്ടുന്നത്? പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങേയറ്റം വഷളായി ഇനി ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. അവിടെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാനും പറ്റുന്നതും പറ്റാത്തതുമായ വാക്കുകൾ പലതും ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാകും. നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു ടൂത്ത് പേസ്റ്റിന്റെ ഇതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് പുറത്തെടുത്താൽ ആ എടുത്ത പോലെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റൂല. അതേപോലെ തന്നെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റൂല. നമ്മൾ പറയും, പണ്ടുള്ളവർ പറയും, കൈവിട്ട കല്ലും വാവിട്ട വാക്കും അല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എക്സ്ട്രീം ആയിട്ടാണ് നമ്മൾ ഒരാളുടെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ പോവാം. ശരിക്കും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ശരിക്കും ഒരു പ്രീമിയം ഡ്രസ്സ് എടുത്ത് കൊടുക്കേണ്ട ഇതുപോലുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ കൊടുക്കുകയാണെങ്കിൽ, മക്കൾക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ബിഫോർ മാരേജ്. ഇനി അല്ലെങ്കിൽ ഒരു പാരന്റ് ആകാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുട്ടി ഒരു പാരന്റിങ് ചിലപ്പോൾ ചിന്തിക്കും, പാരന്റ്സിനുള്ളതല്ലേ. ഇനി അല്ലെങ്കിൽ പാരന്റ്സ് തന്നെ ഇന്റെ മക്കളൊക്കെ കുറെ വലുതായി, ഇനി ഞാനെന്ത് പാരന്റിങ് പഠിക്കാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ കാര്യങ്ങള് ഫാമിലി എന്ന് പറയുന്ന ഫാമിലിയിൽ പാരന്റിങ് വേണം, നമുക്ക് റിലേഷൻഷിപ്പ് വേണം. ഈ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി കണ്ടിട്ട് വേണം നമ്മുടെ മക്കള് അത് കോപ്പി ചെയ്യാൻ. അവര് കൊതിക്കണം, എന്റെ ഉമ്മനെ പോലെ അല്ലെങ്കിൽ എന്റെ ഉപ്പാനെ പോലെ, അല്ലെ, ഇവരാണ് എന്റെ റോൾ മോഡൽ, അല്ലെ, ഇതുപോലെ ആയാൽ മതി. നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ മക്കളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, ഞാൻ എന്തെങ്കിലും, അത് പലപ്പോഴും പലർക്കും ചോദിക്കാൻ കഴിയൂല കേട്ടോ, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്റെ സ്വഭാവത്തിൽ? പക്ഷെ നമ്മൾ കാണുന്ന 100 കാര്യങ്ങളുണ്ടാവും മക്കളെ കാര്യത്തിൽ. അതിന്റെ ആ സ്വഭാവം ശരിയല്ല, ഈ സ്വഭാവം ശരിയല്ല, പാർട്ട്ണറിന്റെ ആ സ്വഭാവം ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ എന്തെങ്കിലും സ്വഭാവം ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഉം അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സെഷൻസ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ചില പേയ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന്റെ പ്രോഗ്രാമും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അനൗൺസ് ചെയ്യാം കേട്ടോ. കാരണം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഒരു കേവ് നേച്ചർ, സ്ത്രീകൾക്കൊരു വേവ് നേച്ചറാ. അത് എന്താണെന്നറിയോ? കേവ് നേച്ചർ ആൻഡ് വേവ് നേച്ചർ പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ നോക്കട്ടോ. നിങ്ങൾക്ക് ഒരു ഓഫർ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സെഷനിൽ ജോയിൻ ചെയ്യുന്നവർക്ക്. ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാണാവോ? കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? യെസ് ഓർ നോ? കാണുന്നുണ്ട്. 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 നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇമോഷണൽ കമ്മ്യൂണിക്കേഷനും പാരന്റിങ് ടിപ്സ് അല്ല ഒരിക്കലും. നിങ്ങൾ കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയണം, ഇതൊന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർ ചെയ്ത വോയിസിൽ പറഞ്ഞ പോലെ ഒരു ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാം 90 ഡേയ്സിന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫോക്കസിങ് ഓൺ, ഇപ്പൊ ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്, ഈ ഒരു സ്ലൈഡ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്.
ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 90 ഡേയ്സ് പാരന്റിങ്ങും റിലേഷൻഷിപ്പും ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. പാരന്റിങ് ആൻഡ് റിലേഷൻഷിപ്പ് അവിടെ രണ്ടും വരുന്നുണ്ട്. ചിലർക്ക് പാരന്റിങ് പഠിക്കുമ്പോൾ റിലേഷൻഷിപ്പ് മിസ്സാവും, റിലേഷൻഷിപ്പ് ചെയ്യുമ്പോൾ പാരന്റിങ് മിസ്സാവും, അങ്ങനെയൊക്കെയുള്ള സംഗതി. ഇപ്പൊ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് സ്ട്രോങ് പാരന്റിങ്ങും ഒരു ഹെൽത്തിയർ റിലേഷൻഷിപ്പും ഒരു ഹാപ്പി ഫാമിലി എന്നുള്ള രീതിയിൽ നടന്നൊരു പ്രോഗ്രാമാണ്. അതിന്റെ സെക്കൻഡ് സ്ലൈഡിൽ ഫോമിൽ ഇതിലേക്ക് വരുന്ന സമയത്ത്, പോസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലൂ കളറിലുള്ള നിങ്ങൾ നോക്കുക. ഈ ഒരു പ്രോഗ്രാം 90 ഡേയ്സ് ആണ്. അതിന്റെ ആക്ച്വൽ കോസ്റ്റ് ഫീ വരുന്ന 5000 ആണ്. പക്ഷെ അതിന്റെ ഓഫർ പ്രൈസ് 2499 ആണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞ ഗിഫ്റ്റിന്റെ ഭാഗമായിട്ട് ഇന്ന് എന്തുണ്ട്? ഇന്ന് ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്തവർക്ക് നിങ്ങൾ ഈ ഒരു വെബിനാർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഇതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പാർട്ടിലേക്ക് കാണുക സൂപ്പർ സ്പെഷ്യൽ ഓഫർ എന്ന് കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ മക്കളെ? അവിടെ ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ 1500 എന്നുള്ളത് 1500 നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു 500 പേയ്മെന്റ് നടത്തിയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു കേവ് നേച്ചറിലേക്കൊക്കെ പോവാട്ടോ. നേരത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരായിട്ട് ഇത് നേരത്തെ ഫീഡ്ബാക്കാ. കറക്റ്റ് കേട്ടാ നേരത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ക്വാളിറ്റി ടൈം. പക്ഷെ അത് വേണ്ട പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർക്കിന് പോകുന്ന സമയത്താണ് ഈ ടൈം ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പൊ ടൈം എമ്പാടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു മനസ്സ് എവിടേക്കോ ആയിട്ട് വേണ്ട പോലെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അവരോട് വേണ്ട രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അവരായിട്ട് നല്ലൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറച്ച് ടൈമാണ് ഇപ്പോഴും. അതൊന്നും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. മക്കളായിട്ടൊരു ഇതുപോലെ അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനൊന്നും ഇവരടുത്ത് ചോദിച്ചിട്ടില്ല പല കാര്യങ്ങളും ഇതിൽ പറഞ്ഞ ടാസ്കിലുള്ള. അപ്പോൾ ഇവർക്കും ഭയങ്കര രസമായിട്ട് ഇവരും അപ്പോഴാണ് ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഞാൻ മക്കളെ കാര്യത്തിലുള്ള ടാസ്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഇതിലുള്ള ടാസ്ക് ചെയ്തപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് തോന്നി. പൊതുവേ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അടുപ്പം ഒന്നുകൂടി ഫീൽ ചെയ്തു. ഇവര് ഇത് ഷെയർ ചെയ്തതിന് ശേഷം ഷെയർ ചെയ്ത ഒരു വോയിസും കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. പിന്നെ ഒരു ഒറ്റ വോയിസും കൂടെ കേട്ടോ. മാമിന്റെ ടാസ്ക് പൊള്ളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. എന്താ ഫീല്, ഞാൻ എത്ര നേരം ഇതറിയാറ്, ഒരു രക്ഷയില്ല മാം. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എഴുതുന്നതിൻ്റെ ഉള്ളക്കൂടെ മാമിന് ഒരു വോയിസ് ഇട്ടതാ. മാഷാ അല്ലാ, സൂപ്പർ ടാസ്ക്, എല്ലാം സൂപ്പറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. മാഷാ അല്ലാ, മാമിന്റെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ ഒരുപാട് ഇതേപോലെ ക്ലാസ്സിൽ ഞാൻ കയറിയൊക്കെ ഉണ്ട്. എവിടെന്നെങ്കിലൊക്കെ ഈവനിങ് മാമിന്റെ ടാസ്ക് പൊള്ളിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലൊരു ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ മാത്രമേ ഈ വെബിനാർ കഴിഞ്ഞ് ഈ ഒരു ദിവസം ജോയിൻ ചെയ്യാൻ, ഈ വെബിനാറിൽ വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പേയ്മെന്റ് ഡീറ്റെയിൽസ് 500 രൂപ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയൊക്കെ ജോയിൻ ചെയ്യാം. അതർവൈസ് അതിന്റെ പേയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2499 ആയിരിക്കും. ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ്, സൂപ്പർ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് 1500 വെബിനാറിൽ അറ്റൻഡ് ചെയ്തവർക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം ഞാൻ പറഞ്ഞത്, ഖദീജ ഇവിടെ ഉണ്ടോ? ഖദീജ ലീവ് ആയിട്ടുണ്ടാവൂലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തുതരാം കേട്ടോ. ആ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ ഒരു ഫോം ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തിലേക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ പാരന്റിങ് റിഗാർഡിംഗ് ആയിട്ടുള്ള, റിലേഷൻഷിപ്പ് റിഗാർഡിംഗ് ആയിട്ടുള്ള ഇതിൽ മാത്രം, വേറെ ഒന്നിലും ഇല്ല കേട്ടോ. പാരന്റിങ് റിഗാർഡിംഗ് ആയിട്ടുള്ള, റിലേഷൻഷിപ്പ് റിഗാർഡിംഗ് ആയിട്ടുള്ള ഇതിൽ മാത്രം ഒരു സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുറച്ച് കൺസേൺസ് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, കേവ് നേച്ചർ അല്ലേ നമ്മൾ പറഞ്ഞ്, ഹസ്ബൻഡിന്റെ
സ്ത്രീ അല്ല പുരുഷന്മാരുടെ കേവ് നേച്ചർ ഇത് ആ ഒരു ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പുരുഷന്മാർക്ക് പെട്ടെന്ന് അവര് വിഡ്രോ ചെയ്യും, അവര് കൂടുതൽ സംസാരിക്കൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരൊന്നും മിണ്ടൂല, അവര് സൈലൻസ് കീപ്പ് ചെയ്യും. സംസാരിക്കുന്നത് ചിലപ്പോ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ എത്തുമ്പോൾ ചെറിയ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും നമ്മൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ. കേവ് എന്ന് പറഞ്ഞൊരു ഗുഹയാണ്. അപ്പൊ അവരെന്താ ചെയ്യാ, അവര് ചിന്തിക്കുന്നത് ഇത് എനിക്ക് സോൾവ് ചെയ്യണം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അവിടെ അവർ പറയാം, പ്ലീസ് ഒന്ന് കുറച്ച് സമയം ഒരു സമാധാനം തരുമോ, ഇനി അതല്ലെങ്കിൽ കുറച്ച് സമയം എന്നെ ഒന്ന് വെറുതെ വിടോ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. ആ ഒറ്റയ്ക്ക് ഇരിക്കലിന് നമ്മൾ എങ്ങനെയാ വ്യാഖ്യാനിക്കുക? ആ അങ്ങനെയാ, പണ്ട് അങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്നാ മതി. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും അവരുടെ ആ ഒരു നേച്ചറിനെ. അപ്പൊ ഈ ഒരു മെൻ ആർ ഫ്രം മാസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറഞ്ഞ ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അതേസമയം വേവ് നേച്ചർ എന്ന് പറഞ്ഞാൽ, വേവ് എന്താ? വേവ് തിരമാലയല്ലേ? തരംഗം. ആ തിരമാലകൾ പോലെ എന്താ പറയാ, സ്ത്രീകളുടെ എന്ന് പറയുന്ന നേച്ചർ എന്ന് പറഞ്ഞാല് അവർക്ക് എപ്പോഴും ഇങ്ങനെ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വരും അവർക്ക്. പക്ഷെ ഇത് എൻ്റെ ഒരു ആ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതിന്റെ റീസൺ വേറെ ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ചിലപ്പോൾ അവരൊന്ന് ലോ ആകുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് കേൾക്കാൻ അവരിങ്ങനെ അതിങ്ങനെ തിരയടിച്ച് വരുന്ന പോലെ ഇങ്ങനെ പിന്നെയും വന്ന് പിന്നെയും വന്ന് പിന്നെയും വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ അവർക്ക് വേണ്ട എന്താണ്? സൊല്യൂഷൻ അല്ല. ഹസ്ബൻഡിന് ഞാനതൊന്നൊറ്റയ്ക്ക് റിസോൾവ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന പോലെ അവർക്ക് വേണ്ട സൊല്യൂഷൻ അല്ല, അവർക്കൊന്ന് അവരൊന്ന് കേൾക്കുക എന്നുള്ളതാ. അതുകൊണ്ടാണ് ഈ മാസ് ആൻഡ് വീനസ് എന്ന് പറയുന്നത് ഈ റോമൻ മിത്തോളജി പ്രകാരം ഗോഡ് ആൻഡ് ഗോഡസ് ആണ്. പിന്നെ റോമൻ മിത്തോളജി പ്രകാരം മാസ് എന്ന് പറയുന്നത് ഗോഡ് ഓഫ് വാർ ആണ്, യുദ്ധത്തിന്റെ ദേവൻ എന്ന് പറയും. വീനസ് എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടി ആണ്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്ന അല്ലെങ്കിൽ യുദ്ധത്തെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാരിയർ യോദ്ധാവ്, അപ്പൊ അവർക്ക് അവരുടേതായ കുറെ ഫീലിങ്സ്, ആ പ്രൗഡ് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുരുഷന്മാർക്ക്. ഇത് പലപ്പോഴും വീനസ് എന്ന് വന്ന ലവ് ആൻഡ് ബ്യൂട്ടി ഇമോഷണൽ കണക്ഷൻസ് ഉള്ള ആർക്കറിയില്ല, സ്ത്രീകൾക്ക് പലപ്പോഴും അറിയില്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ വേണം. പക്ഷെ ഇതൊക്കെ പോസിബിൾ ആകും എപ്പോന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നമ്മൾ ടാസ്ക് ആന്ന് പോലും അറിയാണ്ട് ചില കീസ് ഉണ്ടാവും, ചില കാര്യങ്ങൾ ചില കീ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻസും ബോണ്ടും ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന്റെ ആളായിട്ടുള്ള അല്ലെങ്കിൽ മാസിൽ നിന്ന് വന്ന ഇവരിൽ പോലും എന്തുണ്ട്? ഫെമിനൈൻ എനർജിയും ഉണ്ട്, മാസ്കുലൈൻ എനർജിയും രണ്ടുപേരിലും ഉണ്ട്. ഈ പുരുഷനിലും എന്തുണ്ട്? ഈ എന്താ പറയാ, പുറമെ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് വിചാരിക്കുന്ന പുരുഷന്റെ ഉള്ളിലും ഈ ഫെമിനൈൻ എനർജി ആയിട്ടുള്ള ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അറ്റാച്ച്മെന്റും കണക്ഷൻസും പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പലപ്പോഴും അവർ പുറത്ത് എടുക്കാറില്ല എന്നുള്ളതാ. അപ്പൊ അവിടെ നമ്മളിൽ നിന്നും രണ്ടുപേരിലും വേണം. ഇപ്പൊ നമ്മളിൽ നിന്നും നമ്മൾ അതിൻ്റെതായ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം ചിലപ്പോഴും നമുക്ക് ഇത് ഇപ്പൊ തന്നെ പറയണം, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും അവർ ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ കാത്തിരിക്കുകയായിരിക്കും കുറെ കാര്യങ്ങൾ പറയാൻ. പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അവരുടെ ഉമ്മ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവരെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈവൻ കുറ്റം പറയാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കമന്റ് പറയുന്ന പോലും ഒരു പക്ഷെ അവർക്ക് ഇഷ്ടാവുന്നുണ്ടാവില്ല. അത് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് അവരിലേക്ക് എത്താനില്ല അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് കിട്ടാനുള്ളൊക്കെ ഒരു എളുപ്പം അല്ലേ? പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷനിൽ വന്നവർക്ക് ആ ഹസ്ബൻഡിന്റെ വീട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഉമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പെങ്ങൾ എന്നൊക്കെ പറയുന്നതിനെ വേറെന്തോ ഒരു സംഭവമായിട്ട് കണ്ടുപോകുന്നവർക്ക് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഇതിന് ലേണിംഗ് വേണം. ലേണിംഗ് വേണോ വേണ്ടയോ? പലപ്പോഴും നമ്മളൊക്കെ ഇത് അറിഞ്ഞ് പഠിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ആണോ? അല്ല, പലപ്പോഴും നമുക്ക് അതിനുള്ള നോളേജ് പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് എന്താ പറയാ പ്രീ മെറൈറ്റൽ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും എനിക്ക് പറയാനുള്ളത് അത്രയും വലിയ പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഐ മീൻ വലിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ പാരന്റ് ആവാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള അവയർനെസ് കാര്യങ്ങൾ കൊടുക്കുക.
ഇത്തരത്തിലുള്ള നോളേജസ് കൊടുക്കുക. ഒരിക്കലും അതൊരു പേടിപ്പിക്കലിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കണേ, ആരാണ്ട് വീട്ടിലേക്ക് ആ ഒരു അവയർനെസ് അല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ദാറ്റ് ബ്യൂട്ടി ഓഫ് ദ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പിന്നെ എന്താ പറയാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപാടുണ്ടായ സമയത്ത് ഒരു അല്ലേ ഓടി വന്നിട്ട് എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞത്, ഒരുപാട് അനുയായികളും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന ആരുടെ അടുത്തേക്കാണ്? വൈഫിന്റെ അടുത്തേക്കാണ്, ഖദീജ ബീവിന്റെ അടുത്തേക്കാണ്. അപ്പൊ അവിടെ ആ ഒരു ട്രസ്റ്റ് ആണ് അല്ലേ, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം, ആ ഒരു ഹോപ്പ്. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന പുതപ്പ് എന്നതിന് വേറൊരു മീനിങ് കൂടി ഉണ്ട് അവിടെ. പുതപ്പ് ഇൻ ദ സെൻസ് കംഫർട്ടാണ് അല്ലേ. പുതപ്പിനുള്ളിൽ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് തണുപ്പാണെങ്കിലും ആ ഫാൻ്റെ ഒക്കെ ഇട്ട് വെച്ചാലും നമുക്ക് പുതപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കംഫർട്ടാണ്. ഇതേപോലെ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്നത് പരസ്പരം പുതപ്പുകളാണെന്ന് പറയുമ്പോൾ എവിടെയും എനിക്ക് കിട്ടാത്തൊരു സാധനം, എനിക്ക് എവിടെ പോയാലും കിട്ടാത്തൊരു സാധനം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയാൽ കിട്ടുമെങ്കിൽ ദാറ്റ് ഇസ് ദ റിയൽ കംഫർട്ട്, ദാറ്റ് ഇസ് ദ റിയൽ പുതപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതേപോലെ തന്നെ എനിക്ക് എവിടെ പോയാലും കിട്ടാത്തൊരു സംഗതി എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോയാൽ എനിക്ക് കിട്ടും. ഇതേപോലെ എനിക്ക് എവിടെ പോയാലും കിട്ടാത്തൊരു സംഗതി എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയാൽ, എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയാൽ എനിക്ക് കിട്ടും എന്നൊരു ഫീലിംഗ് മക്കൾക്കും തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിടെയാണ് ആ റിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെ പുറമെ നമ്മൾ കാണുന്ന സംഗതികളോ ആ റിയൽ ലൈഫോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്ത ദാറ്റ് കംഫർട്ട്, ദാറ്റ് പുതപ്പ്. അവിടെ ഖദീജ ബീവി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അവരൊരിക്കലും, നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഒരാളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരാളൊക്കെ ആണെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ എന്തിനാ മല കയറാൻ പോയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ അടങ്ങിയിരുന്ന അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും ഖദീജ ബീവി എന്താ ചോദിച്ചാൽ, ഇതൊന്നും വരൂല, വളരെയധികം കംഫർട്ടായിട്ട് ആ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള ആ ഒരു സത്യസന്ധനായിട്ടുള്ള, അപ്പൊ ആ ഒരു ട്രസ്റ്റ് ആദ്യം കൊടുത്ത ആള് പോലും ഖദീജ ബീവിയാണ് അല്ലേ. വിശ്വസിച്ച അലമി എന്നുള്ള രീതിയിൽ ആ ഒരു വിശ്വാസം കൊടുത്ത, ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിൽ ആള് കൊടുത്ത വാക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഒന്നും വരൂല, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഒന്നും വരൂല, കാരണം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാ. ആ ഒരു ട്രസ്റ്റ്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നം വന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പിന്നെ ആ പുതപ്പിനേക്കാൾ വലിയ, അല്ലെങ്കിൽ ആ അത്രയും വലിയൊരു കോൺഫിഡൻസും അതാണ്, ആ ഒരു ട്രസ്റ്റ് ആണ് ആ ഒരു ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എന്തൊക്കെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യായിരുന്നു ഹസ്ബൻഡിന്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു ഫെയിലിയർ വന്നു അല്ലേ, ആ ഫെയിലിയർ വരുമ്പോൾ പലപ്പോഴും ഭാര്യമാരുടെ അടുത്ത് പറയ പോലും ഇല്ല. പറയാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ചിലപ്പോൾ കിട്ടുന്ന റെസ്പോൺസിനെ പേടിച്ചിട്ടായിരിക്കും അത്. എന്നിട്ട് പിന്നീട് ലാസ്റ്റ് എങ്ങനെയെങ്കിലും വൈഫ് അറിയുമ്പോൾ അല്ലെങ്കിൽ എന്നോട് പറയൂല, ആ രീതിയിൽ പലപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. ഇവിടെ നമ്മുടെ ഈ ഒരു റിയാക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, റിയാക്റ്റിനെ റെസ്പോൺസ് ആക്കി മാറ്റാൻ, എങ്ങനെ നമുക്ക് റിയാക്ഷനെ റെസ്പോൺസ് ആക്കി മാറ്റാം, ഈ സംഗതികളൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ജെനുവിൻലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, വൺസ് അഗെയിൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമിൽ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സ്ലൈഡ് നമ്മുടെ ഫാമിലി എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആണ്. ഇന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 90 ഡേയ്സ് പ്രോഗ്രാമാണ്. കാരണം നമുക്കൊരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ 90 ഡേയ്സ് വേണം. നമ്മൾ 21 ഡേയ്സ് പ്രോഗ്രാം, 1 മന്ത് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അതിന് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാകും, കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. ഇവിടെ പാരന്റിങ് പ്ലസ് റിലേഷൻഷിപ്പ് രണ്ടും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ റിയാക്ഷനെ റെസ്പോൺസ് ആക്കി മാറ്റാൻ കഴിയുന്ന, നമുക്ക് കോൺഷ്യസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് നോളേജ് ലെവലിൽ കിട്ടുന്ന, അവിടെ നിങ്ങൾക്ക് ഒരിക്കലും എഫേർട്ട് എടുത്തിട്ട് അല്ലെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഓപ്പൺ ആവാൻ ഞാനൊന്ന് എഫേർട്ട് എടുക്കേണ്ട കാര്യമോ, എൻ്റെ മക്കളുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ, അവർക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ടൈം കൊടുക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമുക്ക് വിതൗട്ട് എനി എഫേർട്ട്, ആ എഫേർട്ട് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണിയാണ് റിലേഷൻഷിപ്പിലും പാരന്റിങ്ങിലും. അപ്പൊ ഇതിലേക്ക് ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അഡ്മിൻസിനെ കണക്ട് ചെയ്യുക. യെസ്, 90 ഡേയ്സ് ലൈവ് സെഷൻസ് ആയിരിക്കില്ല. 90 ഡേയ്സിൽ ഡെയിലി ലൈവ് സെഷൻസ് ഉണ്ടാവില്ല, 100 ദിവസം ലൈവ് സെഷൻസ് നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ എന്താ പറയാ, വീക്ക്ലി സെഷൻസ് ആയിരിക്കും. പിന്നെ ഡെയിലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടാകും, ഡെയിലി ടാസ്കുകൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ ടാസ്കിന്റെ ബ്യൂട്ടി ഇല്ലേ, ഡെയിലി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കിട്ടണമെന്നൊന്നുമില്ല, ആ ടാസ്കിന്റെ ഒരു ബ്യൂട്ടിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് അല്ലേ, ഓഗസ്റ്റ് 1st വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടൈം വരുന്നത്
ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനൊക്കെ വരുമ്പോൾ അവർക്ക് ഡേ ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർട്ടിസിപ്പൻസിന്റെ ഡിമാൻഡ് പ്രകാരം ചിലപ്പോൾ ഡേ ടൈമിൽ ഈ പകൽ സമയത്ത് ഒരു ബാച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബാച്ച് പിന്നെ ഇപ്പോൾ വർക്കിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അത് രാത്രിയിലും ആ രീതിയിൽ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇനി എന്തെങ്കിലും വേറെ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആ ഫോം ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് പാരന്റിങ് റിഗാർഡിംഗ് ആയിട്ടുള്ളത് അത് മാത്രം കേട്ടോ, വേറെ ഒന്നുമല്ല. ഹീലിംഗ് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഹീലിംഗ് വേറെയാണ്. പാരന്റിങ് റിഗാർഡിങ്ങും അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് റിഗാർഡിങ്ങും ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 1-to-1 സെഷൻ അതിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫസ്റ്റ് ഫില്ല് ചെയ്യുന്ന കുറച്ച് പേർക്കാണ് അതിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഇപ്പൊ ഇവിടെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്സോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് സെഷൻ ഓക്കെ ആയിരുന്നോ? സെഷൻ ഓക്കെ ആയിരുന്നോ? എന്തെങ്കിലും ഒരു ഇൻസൈറ്റോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഒരു 1 ഡിഗ്രി എങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നോ? താങ്ക് യു ഹബ്സു. കിട്ടിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ കീ ടേക്ക് അവേ, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഷെയർ ചെയ്യാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. പറ്റുമോ? യെസ്. ഹായ് റസീന, ആ താങ്ക് യു. സെമീറയാണ്. ആ നല്ല ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു. ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് നല്ല വാലിഡ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്നറിയാം, നമ്മള് എല്ലാം കഴിഞ്ഞ് കൊളായിട്ട് ലാസ്റ്റ് പോയിട്ട് കൗൺസിലിങ്ങിന് പോവാന്നാണ്. അത് 100% കറക്റ്റ് ആയ ഒരു കാര്യമാണ്. ശരിക്കും അതുപോലെ തന്നെ ഒരാൾക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഗിഫ്റ്റ് ചെയ്യാണ് ഏറ്റവും, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു പോയിന്റ് എന്നുവെച്ചാൽ വളരെ വാലിഡ് ആണ് അത്. കാരണം നമുക്ക് ഒരുവിധം ആർക്കും പെയ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ബാക്കോട്ട് പോകും. പക്ഷെ ഈ പേയ്മെന്റിന്റെ പിന്നിൽ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ലാഭിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ വേർത്തായിട്ടുള്ള കാര്യങ്ങളാന്നുള്ളത് ഞാനും 1-2 പെയ്ഡ് സെഷൻസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ താങ്ക് യു സോ മച്ച്. ഞാനും ജോയിൻ ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് നോളജ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടിയാലും മതിയാവാത്തൊരു കടൽ പോലെയാണ് അത്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണല്ലോ. ഇൻഷാല്ലാ 1-2 പേർക്ക് ഗിഫ്റ്റിനായിട്ട് മനസ്സിൽ കരുതുന്നുണ്ട്. അവര് തയ്യാറാണെങ്കിൽ കൊടുക്കണമെന്നുണ്ട്. താങ്ക് യു സോ മച്ച് ആ പോയിന്റ് എടുത്ത് പറഞ്ഞതില്. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സെമീറ മാം. താങ്ക് യു സോ മച്ച്. സെമീറ മാമിനൊന്നും എനിക്കറിയാം ഇങ്ങനത്തെ ഒരു സെഷന്റെ ആവശ്യമേ ഇല്ല. അപ്പൊ എന്നിട്ടും ഇതിൽ വന്നിട്ട് അങ്ങനല്ല ഇങ്ങനെ അത് നമുക്കറിയാം. നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മള് പെട്ടെന്ന് മറന്നു പോകുന്നവരാണല്ലോ. പക്ഷെ വീണ്ടും ആ അവയർനെസ് ഉണ്ടല്ലോ, ഇതിങ്ങനെ കേൾക്കും തോറും അത് നമ്മള് സബ് കോൺഷ്യസിലേക്ക് അതൊരു ജസ്റ്റ് ഒരു എന്താ പറയാ ഫ്രീ ആയിട്ട് കിട്ടുന്ന എഫർമേഷൻ പോലെ എനിക്ക് തോന്നാറ്. അതെ അതെ. ഗൈഡിന്റെ കോച്ചസിൽ നിന്നാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോ ഓരോ പോയിന്റ്സും വാലിഡ് ആയിരുന്നു. എനിക്ക് ശരിക്ക് ഗൈഡിന്റെ ഒക്കെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ തോന്നി. സൂപ്പർ. താങ്ക് യു സോ മച്ച് സെമീറ മാം. അപ്പൊ ഈ പറഞ്ഞ മാം കണക്ട് ചെയ്യാട്ടോ, ഒന്ന് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞ സത്യമാണ് മാം പറഞ്ഞ പോലെ തന്നെ. നിങ്ങളിപ്പോ നിങ്ങളുടെ ഇപ്പൊ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ പാരന്റ് ആവാനായിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ നിങ്ങൾക്ക് ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത്രയും അവരുടെ ലൈഫിൽ അവർക്ക് ഒരുപാട് അവരുടെ ടൈം അവർക്ക് സേവ് ചെയ്യാൻ പറ്റും. അവരുടെ ലൈഫ് അവർക്ക് മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കണക്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. 1 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സമയം ഈ ഉച്ച കഴിഞ്ഞ് ഉറങ്ങുന്ന ഒരു സമയത്തൊക്കെ എന്നെ കേട്ടിരുന്ന സെഷനിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്ഫുൾനെസ് ഗ്രേറ്റ്ഫുൾനെസ് അറിയിച്ചുകൊണ്ട് സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.